ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ട്രിവാൻഡ്രം സ്റ്റൈൽ പയറ് കഞ്ഞിയാണ്. വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ കഞ്ഞി തയ്യാറാക്കാൻ നമുക്ക് കുറച്ച് സമയം മതിയാവും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു കഞ്ഞി റെസിപ്പിയാണ്. ഇതോടൊപ്പം ഈ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളിപ്പുള്ളിയുടെ റെസിപ്പിയുണ്ട്. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് 1 കപ്പ് പൊടിയരിയാണ് എടുത്തിട്ടുള്ളത്. ചമ്പാ പൊടിയരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പുഴുങ്ങലരി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ചെറുപയറാണ്. ഞാനിവിടെ 1 മണിക്കൂർ കുതിർത്തിയിട്ടുള്ള ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. കുതിർത്താതെയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് അരിയും പയറും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ള 1 കപ്പ് പൊടിയരിയും പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള 1/4 കപ്പും പിന്നെ കുറച്ചധികം, അതായത് 1/4 കപ്പും ഒരു 2-3 ടേബിൾ സ്പൂൺ അധികം പയറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതോടൊപ്പം ഒരു 5 ചെറിയുള്ളിയും കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് 4 ഉണക്കമുളകും പിന്നെ 1 ടീസ്പൂൺ ഉലുവയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന അരിയുടെ വേവ് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അതുപോലെ നമ്മൾ വലിയ കുക്കറാണ് എടുക്കുന്നതെങ്കിൽ വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ ചെറിയ കുക്കറാണെങ്കിൽ അതനുസരിച്ചിട്ട് വേണം വെള്ളം എടുക്കാനായിട്ട്. ചെറിയ കുക്കറാണെങ്കിൽ വെള്ളം അധികം ഒഴിച്ച് കഴിഞ്ഞാൽ അത് വിസിലിൻ്റെ പുറത്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് 2 വിസിലാവുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കഞ്ഞിയും പയറും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഉണക്കമുളക് മുഴുവനെ ചേർത്തുകൊണ്ട് നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്ത് മാറ്റാം. എങ്കിൽ തന്നെയും മുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ ഇതിനുണ്ടാവും. അത്യാവശ്യം എരിവ് വേണം എന്നുള്ളവർക്ക് ആദ്യമേ തന്നെ ഉണക്കമുളക് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ കുക്കറിൽ വേവിച്ചുകൊണ്ട് ഇത് നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെന്ത് വന്ന കഞ്ഞിയിലേക്ക് ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത്. തിളച്ച വെള്ളം വേണം ചേർക്കാനായിട്ട്. അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം ഇതൊരു 3-4 മിനിറ്റ് നേരത്തേക്ക് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ടുള്ള കഞ്ഞിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അതുപോലെ നമ്മുടെ ഈ അരി നന്നായിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ അരിയും വെള്ളവും വേറിട്ട് നിൽക്കും. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. കഞ്ഞിയുടെ പയറും വെള്ളവും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വേണം വരാനായിട്ട്. എങ്കിലേ നമുക്ക് പയറുകഞ്ഞിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിവിടെ മട്ട പൊടിയരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ പയറുകഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ട്രിവാൻഡ്രം സ്റ്റൈൽ പയറുകഞ്ഞിയാണ്. ഇനി ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ചെറിയൊരു ഉള്ളിപ്പുളിയും കൂടെ നമുക്ക് തയ്യാറാക്കാം. കഞ്ഞിയുടെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടാനാണിത്. ഇത് നമുക്ക് എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റും. സ്റ്റൗ ഒന്നും കത്തിക്കാതെ തന്നെ നമുക്കിത് ചടപടയെന്ന് ചെയ്യാൻ പറ്റും. മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി 1/4 കപ്പ് ചെറു ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നല്ല കട്ടിയായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 ഉണക്കമുളകാണ്. അപ്പോൾ ഈ ഉണക്കമുളക് ഒരു സ്റ്റൗവിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ പാനിലോ ഇട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. ഇങ്ങനെ ചുട്ടെടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 10 ചെറിയുള്ളിയാണ്. ഇനി ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ചെറിയ ഇടിയുരുളുണ്ടെങ്കിൽ അതുകൊണ്ട് ചതച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിക്കേണ്ട, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതിയാവും. ഇനി നമ്മൾ നേരത്തെ ചുട്ടെടുത്തിട്ടുള്ള ഉണക്കമുളക് പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചുട്ടെടുത്ത ഉണക്കമുളക് ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല കട്ടിയായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടി ചേർക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിപ്പുളി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഞ്ഞിക്ക് മാത്രമല്ല, ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടാനായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഉള്ളിപ്പുളിയാണിത്. നല്ല സൂപ്പർ ടേസ്റ്റാണിതിന്. കഞ്ഞിയുടെ കൂടെ നമ്മൾ ഇത് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചമ്മന്തിയോ പപ്പടോ ഒന്നും ആവശ്യം വരില്ല. ഇത് മാത്രം മതിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും എന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.